ഹലോ ഫ്രണ്ട്സ്, നൗഫലാണ്. നമ്മളിന്നിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ പോകുന്ന വഴിക്ക് നമ്മൾ ഒരു ഡാമിൻ്റെ ഒരു പോർഷൻ പോലെ തോന്നിയപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയതാണ്. വണ്ടി നിർത്തി നമ്മൾ നോക്കിയപ്പോൾ അവിടെ എന്തൊക്കെയോ കൃഷികളുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളിപ്പം കുറച്ച് നടന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി. അപ്പോൾ ഉള്ളിയുടെ കൃഷിയാണ്. ഉള്ളി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങ് ദൂരെയാണ്, ഞാൻ സൂം ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല. നമ്മളിപ്പം കാണുന്നത് ഉള്ളിയാണ്. അതേപോലെ ഇത് തുമ്പപ്പൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെങ്ങും അങ്ങനെ കാണാറില്ല. ഇപ്പം ഇവിടെ ആവശ്യം പോലെ അങ്ങ് കിടക്കുകയാണ്. ആവശ്യം പോലെ തുമ്പപ്പൂവിൻ്റെ ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് വഴുതണങ്ങ കാണാൻ പറ്റി. വഴുതണങ്ങയ്ക്ക് ശേഷം നമ്മൾ നോക്കിയപ്പം ചെറിയൊരു ഷെഡ് അടിച്ചേക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഏരിയ നോക്കുന്ന ആൾ താമസിക്കുന്നതായിരിക്കാം. അവരുടെ കാവലിനുള്ള ഒരു മാടം പോലെ തോന്നി. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ കാണാൻ പറ്റിയെന്ന് വെച്ചാൽ മഞ്ഞളാണ്. അപ്പം ഒരു സൈഡ് മൊത്തം അവർ മഞ്ഞളിട്ടേക്കാണ്. അപ്പോൾ മഞ്ഞൾ ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ. അപ്പോൾ നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കാണാൻ നല്ല ജമന്തി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാം. അങ്ങ് ദൂരെ നോക്കിയാൽ നെൽപ്പാടം കാണാം. നെല്ലൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നെൽകൃഷി കാണണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ പോകേണ്ടുന്നൊരു സ്ഥിതിയാണ് വന്നേക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് മുല്ലയാണ്. മുല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഇതിൽ നിന്ന് പിച്ചിട്ടുണ്ട്. ഇത് കണ്ടാലറിയാം നാളെ പരുവമാകുന്ന രീതിയിലുള്ള ചെറിയ മുട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് മുല്ല തന്നെയാണെന്നാണ് തോന്നുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നല്ല റേറ്റ് നിൽക്കുന്നത്. മുല്ലയിലാണ് തമിഴ്നാട്ടുകാർ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു. മുല്ലയുടെ ഒരു ഏരിയ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചെണ്ടുമല്ലിയാണ് കാണാൻ പറ്റുന്നത്. ചെണ്ടുമല്ലി നമ്മുടെ നാട്ടിലിപ്പം കൃഷി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ വരുന്ന ഒരു പൂ ഇത് തന്നെയാണ്. ദൂരെ നമുക്ക് കാണാം, ഇത് പൂത്ത് നിൽക്കുന്ന ഇങ്ങനെ കാണാം, നല്ല മഞ്ഞ. നമ്മൾ ഈ മഞ്ഞ കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വണ്ടി നിർത്തിയത് തന്നെ. അതങ്ങ് ദൂരെയാണ്. ദാണ്ട് ഇവിടെ നമുക്ക് വെള്ളത്തിൻ്റെ പൈപ്പുകളൊക്കെ പോയേക്കുന്ന കാണാം. ഈ പൈപ്പിലൂടെയാണ് ഇവരിവിടെ എല്ലാം വെള്ളം പമ്പ് ചെയ്യുന്നതും. ബാക്കിയെല്ലാം ഈ ഒരു പൈപ്പാണ്. ഏത് ഒരു കുളത്തിൽ നിന്ന് അങ്ങനെ ആയിരിക്കും ഇതിങ്ങനെ പമ്പ് ചെയ്യുന്നത്. നമ്മളെന്തായാലും നോക്കട്ടെ. നമ്മളിങ്ങനെ നടന്ന് നോക്കുകയാണ്. ഇതിൻ്റെ പൈപ്പിൻ്റെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. നമ്മൾ വിരിഞ്ഞ് നിൽക്കുന്ന ചെണ്ടുമല്ലി അല്ലെങ്കിൽ മാരിഗോൾഡ് എന്നൊക്കെ പറയുന്ന പൂവാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. നല്ല ഫുള്ള് മഞ്ഞ ആയിട്ട് ഇങ്ങനെയുള്ള ഒരു കാഴ്ച കാണാൻ നല്ല രസമാണ്. നമ്മളിവിടെ നിന്ന് പിന്നെ ഇങ്ങനെ കുറച്ച് നേരം നമ്മളിവിടെ അങ്ങ് സ്പെൻഡ് ചെയ്തു. കാര്യം അത് നല്ല രസമുണ്ട് കേട്ടോ ഇതിങ്ങനെ കാണാൻ വേണ്ടി. നമ്മൾ ഒരു പൈപ്പിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു വന്നേ ഇതിൻ്റെ എവിടെ നിന്നാണ് ഇത് പമ്പ് ചെയ്യുന്നതെന്ന് അന്വേഷിച്ചുള്ള ഒരു നടത്തമാണ്. ഒരു സൈഡ് നോക്കിയപ്പം ഇത് വിളവെടുപ്പ് കഴിഞ്ഞതാണ് കേട്ടോ. വിളവെടുപ്പ് കഴിഞ്ഞ് ഇനി അടുത്ത ഇതിന് വേണ്ടി അവർ സെറ്റാക്കി ഇടാനുള്ളൊരു ഏരിയയാണ്. നമ്മളെന്തായാലും ആ പൈപ്പിൻ്റെ ഓരം പിടിച്ച് വന്നപ്പോൾ നമുക്ക് ഇവരുടെ പമ്പിങ് പോയിൻ്റ് നമുക്ക് കാണാൻ പറ്റി. ചെറുതെന്ന് പറയാൻ പറ്റില്ല, ഇതിൻ്റെ ആഴം നമുക്കറിയത്തില്ല. ഒരു കുളം നമുക്ക് കാണാൻ പറ്റി. നല്ല ആഴമുണ്ട് കേട്ടോ. ഇത് കാഴ്ചയിൽ നല്ല ആഴമുണ്ട്. പിന്നെ മീനും ഇറങ്ങിപ്പോകാനുള്ള കൽപ്പടവും കാര്യമൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇവിടുന്നാണ് നമ്മളിപ്പം ഇത്രയും നേരം കണ്ട ആ സ്ഥലങ്ങളിലോട്ടെല്ലാം വെള്ളം പോകുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ മോട്ടറും ബാക്കി ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാം. ചെറിയൊരു റൂമുണ്ട്. ഇവിടെയൊന്നും ആരെയും കാണാനൊന്നുമില്ല. പിന്നെ നമ്മൾ അവിടെ തുണിയൊക്കെ ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ആ മോട്ടർ റൂം. ഇവിടെ വാഴയുണ്ട്. വാഴ കഴിഞ്ഞിട്ട് പിന്നെ മുളകാന്ന് തോന്നുന്നു, എന്തോ ചെറുതായിട്ട് നട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ചെറിയൊരു വഴി ഉണ്ട്, ചാലുകളായിട്ട് ഇങ്ങനെ വെട്ടിയിട്ടേക്കുകയാണ്. ഇത് മുളവാണ് കേട്ടോ, മുളവിൻ്റെ തൈകളാണെന്ന് തോന്നുന്നു. മുല്ല ധാരാളം ഉണ്ട് കേട്ടോ. മുല്ല നമുക്ക് അങ്ങോട്ട് പോയാലും മുല്ല തന്നെയാണ്. നമ്മളിനി അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ മുളകിൻ്റെ തൈകൾ ഇങ്ങനെ നട്ടേക്കുകയാണ്.
ഈ ഒരു ഏരിയ ഫുള്ള് മുളക് തൈ ചെയ്തേക്കാണ്. നമ്മളെന്തായാലും ഇങ്ങോട്ടൊന്നും ഇറങ്ങുന്നില്ല. കാര്യം ആരും ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങി പണി കിട്ടിയാലോ എന്ന് വിചാരിച്ച് നമ്മൾ എന്തായാലും തിരിച്ചു പോകാൻ